ചിലപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഫസ്റ്റിലത്തെ യാത്രയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നേപ്പാൾ യാത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്നും യാത്ര ടെൻഷനാണ്. അതിപ്പോൾ നമ്മൾ ബോംബെയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ പോയിട്ട് വർത്തമാനം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്താ സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഓരോ പ്രാവശ്യം പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും പുതിയതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും യാത്ര ചെയ്തതിൻ്റെ ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ അറിയാം, നമുക്ക് എങ്ങനെ ഭക്ഷണം ചോദിക്കണമെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ പുതിയ രാജ്യത്ത് പോകുമ്പോൾ പുതിയ ഭാഷയാണ്. ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും. ഈ ടെൻഷൻ എനിക്കും ഉണ്ട്. ഓരോ യാത്രയ്ക്ക് പോകുമ്പോൾ വലിയ ടെൻഷനാണ്. ഇതത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ലെന്ന് എനിക്കും അറിയാം. ഇപ്പം ഞാൻ യാത്രയ്ക്ക് ഒരു പുതിയ രാജ്യത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യും. ഹോംവർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വഴി ചെന്ന് ചോദിക്കാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സ്വയം പോകാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന പട്ടണം, ഇപ്പോൾ 8 10 പട്ടണങ്ങളിൽ താമസിക്കുന്നുണ്ടാവും. ഞാൻ ഹോംവർക്ക് ചെയ്യുമ്പോൾ എന്താ, ആ പട്ടണത്തിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഗൂഗിൾ മാപ്പ് എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ആ പട്ടണത്തിലെ പ്രധാന കാഴ്ചകളിലേക്ക് എല്ലാം ഉള്ള റൂട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടുപിടിച്ച് വെക്കും. അതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുക്കും. മൊബൈലിൽ ചിലപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിലോ. അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ സ്ട്രീറ്റിൽ കൂടെ നേരെ മുമ്പോട്ട് 300 മീറ്റർ പോയിട്ട് വലത്തോട്ടുള്ള വഴിയെ തിരിഞ്ഞ് 100 മീറ്റർ പോയാൽ ഇന്ന സാധനമുണ്ട്, അവിടെ നേരെ തിരിച്ചു വന്നാൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പഠിച്ച് ഓരോ ദിവസത്തേക്കുള്ള വർക്ക് ഷൂട്ട് ചെയ്യാൻ പോകേണ്ടതിൻ്റെ ഓരോ ഫയലായിട്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് അന്നത്തെ രാവിലെ ഹോട്ടലിൽ ഏൽക്കുമ്പോൾ തന്നെ ഞാനത് നോക്കിയിട്ട് ആദ്യം രണ്ടാമത് ഇത്, മൂന്നാമത് ഇത്. അതാണ് ഈ വ്ളോഗും ഇതുമായിട്ടുള്ള വ്യത്യാസം. കാരണം ഞാൻ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് കഥ പറയാൻ പറ്റുള്ളൂ. എൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് വെറുതെ കണ്ടുകെട്ട് വിടുന്നതല്ല. ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട്, പെൻ ഡ്രൈവ്. ഇത് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്ന പരിപാടികളിലൊന്ന് സഞ്ചാരമാണ്. സഫാരി ചാനലാണ്. ഇത് ട്രെയിൻ ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവർ നിഷ്കർഷിക്കുന്ന ഒരു സാധനം, നിങ്ങൾ സഞ്ചാരം കാണണം എന്നാണ്. ഈ പരീക്ഷ പാസ്സായ എത്രയോ IAS ഇപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡ് ഞാൻ ഇരിക്കുമ്പോൾ വകുപ്പ് സെക്രട്ടറിമാരും ഡയറക്ടർമാരുമായ IAS ഈ മീറ്റിംഗ് കഴിയുമ്പോഴോ അതിന് മുമ്പ് വരുമ്പോഴോ എൻ്റെ അടുത്ത് വരും, സാറേ നിങ്ങളുടെ പരിപാടി കണ്ട കേട്ടോ ഞാൻ സിവിൽ സർവീസ് പാസ്സായെന്ന് പറയും. അങ്ങനെ പറയണമെങ്കിൽ അതിന് പറ്റിയൊരു കണ്ടന്റ് ആയിരിക്കണം നമ്മൾ വെക്കുന്നത്. അവിടെ ഈ കെട്ടിടം മറ്റേതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് വർത്തമാനം പറയുന്നത് കുറയ്ക്കാൻ പറ്റും. ഏകദേശം കാര്യം നമുക്കുണ്ടാവും. പിന്നെ ഈ യാത്ര ചെയ്ത് നമ്മൾ പുറപ്പെട്ട് അവിടുത്തെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നിടം വരെ ഈ ടെൻഷനുള്ളൂ. ഇറങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ, നമ്മൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആശയവിനിമയം നടത്തി തുടങ്ങും. എന്തായാലും ഇറങ്ങിപ്പോയി ആവശ്യബോധം അങ്ങ് വരുമല്ലോ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടെയുള്ള, അവിടുത്തെ പ്ലീസിങ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. ആൾക്കാരുടെ നിൽപ്പ്, ചിലപ്പം ബിഹേവിയർ, ഇപ്പം നമ്മളിവിടെ നമസ്കാരം പറയുക ഇല്ലെങ്കിൽ നമ്മൾ തൊഴുക എന്നൊക്കെ പറയുന്ന പ്ലീസിങ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ പ്ലീസ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും. ചിലപ്പോൾ അത് കൂടി പോകുമായിരിക്കും. ആ മീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സത്യം ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നന്നായിട്ട് ചിരിക്കുക. അതെല്ലായിടത്തും അതിനകത്തെല്ലാം വീഴും, എല്ലാ പ്രശ്നവും തീരും. നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയാൽ സോറി, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നന്നായിട്ടൊന്ന് ചിരിച്ചാൽ മതി, ആ പ്രശ്നം അവിടെ തീരും. കാരണം അവർക്ക് മനസ്സിലാവുകയും ഒരു അന്യനാട്ടുകാരനാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സായിപ്പ് നമ്മുടെ ഗ്രാമത്തിൽ വന്നിട്ട് അവൻ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചാൽ നമ്മളത് കുറ്റമായിട്ട് എടുക്കുവോ അതോ നമ്മൾ ഒരു തമാശയായിട്ട് എടുക്കുവോ? തമാശയായിട്ട് എടുക്കുക, അവനെ അപ്പോഴേ സഹായിച്ചു വിടും. ഇതേ പരിഗണന നമുക്ക് കിട്ടുമെന്ന് കൂട്ടിക്കോണം. ബഹുഭൂരിഷ സ്ഥലത്തും നമ്മൾ അവിടെ ഒന്ന് മുഷ്ക് കാണിക്കാൻ പോകരുത്, ഇവനോട് തട്ടിക്കയറാൻ പോകരുത്, ഇവനെ മര്യാദ പഠിപ്പിക്കാൻ പോകരുത്, നമ്മുടെ തനി സ്വഭാവം എടുക്കരുത്. അവിടെ ചെന്നിട്ട് നമുക്ക് അബദ്ധം പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചവിടെ നിന്നാൽ അവർ നമ്മളെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ചിലർ മുമ്പോട്ട് വന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ലോകത്തെ മനുഷ്യരിൽ 90% പേരും നല്ല മനുഷ്യരാണ്, നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരാണ്. ഒരു 5% അല്ലെങ്കിൽ 2-3% ഉള്ളൂ ക്രിമിനൽസും നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവർ. ബാക്കി ഒരു 7-8% പേരാണ് വെറും കാഴ്ചക്കാരായി നിൽക്കുകയോ നമ്മളോട് വലിയ മതിപ്പില്ലാതെ നിൽക്കുന്നോ നമ്മളെ ഇഷ്ടമല്ലാത്ത ആളുകൾ. ബാക്കി 90% പേരും പോസിറ്റീവായ ആളുകളായിട്ടാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഡിസ്ക്രിമിനേഷൻസ് നമ്മുടെ നാട്ടുകാരൊക്കെ വിദേശത്ത് അനുഭവിക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നവരൊക്കെ അത് ഞാനീ പറഞ്ഞൊരു സഞ്ചാരിയോടാ അവിടെ താമസിക്കാൻ ചെല്ലുമ്പോൾ കഥ മാറുന്നത് എന്താണ്, എൻ്റെ അവകാശങ്ങൾ അടിച്ചെടുക്കാൻ വന്ന മറ്റൊരുത്തൻ എന്നുള്ള മട്ടിലാണ് അവിടെ കാണുന്നത്. ഒരേ ഓഫീസിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോഴാണ് അത്. അങ്ങനെയൊക്കെയുള്ള വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വെറും ഒരു സഞ്ചാരിയായിട്ട് ചെല്ലും. ഈ ഡിസ്ക്രിമിനേഷൻ സ്വന്തം നാട്ടിലില്ലേ? ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവിടെ പോയി അവിടെ കുറ്റം പറയേണ്ട കാര്യമില്ല. കേരളത്തിലില്ലേ ഡിസ്ക്രിമിനേഷൻ? ഉണ്ട്. അത്യാവശ്യം കോമൺ സെൻസും സാമാന്യ ബോധവും ഉള്ളവൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ഏറ്റവും മാന്യനും നമ്മൾ കരുതുന്നവൻ്റെ ഉള്ളിലും ഡിസ്ക്രിമിനേഷൻ ഇല്ലെങ്കിൽ അവൻ്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അത് പുറത്ത് കാണിക്കാത്തത്?
നിങ്ങൾ ഒന്നൊരു ലിസ്റ്റ് എടുത്ത് നോക്കി, ഇവിടുത്തെ ഏറ്റവും പുരോഗമനവാദിയുടെ മക്കളെ പോലും കെട്ടിച്ചിട്ടുണ്ടാകും സ്വന്തം സമുദായത്തിൽ നിന്നായിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഈ ജാതി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം കൂടിയാണ്. ഇപ്പോൾ വേടൻ്റെ കേസിലൊക്കെ നമ്മൾ സംസാരിക്കുകയും വേടൻ അത് കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ അയാളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്, രണ്ട് രീതിയിൽ ചെയ്യും. രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നവരേറെ ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ നിന്നിട്ട് ഈ ഡിസ്ക്രിമിനേഷൻസ്, അത് പ്രത്യേകിച്ചും ജാതി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മാട്രിമോണിയൽ സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി എന്നാണ് പൊതുവിൽ പറയുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സ്പ്ലിസിറ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോവുമോ? പിന്നെ ഈ ജാതി പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതും. അല്ല, ഇത് നിലനിൽക്കും കുറേ കാലം കൂടെ. ഇപ്പോൾ മനുഷ്യൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ പുരോഗമനപരമായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പം ഇത് കൂടുതൽ ശക്തമാവുക ചെയ്യുന്നത്. പ്രതിരോധവും ശക്തമാകും. അപ്പോൾ ഇതുവരെ വിസ്മരിച്ച് കിടന്നവരും കൂടെ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്ന് മറ്റ് വിഷയങ്ങളിലേക്ക് മാറുക വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ തന്നെ ഊന്നി നിന്ന് അതിനുവേണ്ടി പോരാട്ടങ്ങൾക്ക് പകരം നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം പുരോഗമനപരമായ പുതിയ ചിന്തകൾ, എല്ലാവരും ഒത്തുചേർന്ന് മുമ്പോട്ട് പോകേണ്ട പുതിയ ചിന്തകളിലേക്ക് നമ്മൾ തിരിയണം. ക്രിയേറ്റീവായ, അവിടെയാണ് കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ പോലുള്ള വിഷയങ്ങളും ആ പോസിറ്റീവ് തിങ്കിങ്ങും അത്തരം ഒത്തുചേരൽ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഈ ചിന്തയിൽ നിന്ന് നമ്മൾ മറക്കുക, അതായത് പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് എന്നത്തേക്ക് മറക്കുക എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ 90% സമയവും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ സമൂഹത്തെ മാറ്റുക. ഇതിനകത്ത് ഉന്നതരെ എന്ന് കരുതി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടാലും അവൻ്റെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒരു തുരുത്ത് എന്ന് പറയുന്നത്, പണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന അതാണ് അതിൻ്റെ അകത്തെ സൈക്കോളജി. അത് മറ്റവരെ കൊച്ചാക്കി കണ്ടുകൊണ്ട് ഞാൻ കേവനാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അതാണല്ലോ എൻ്റെ സൈക്കോളജി. മനസ്സിലായില്ലേ? അല്ലാതെ ജീവിതത്തിൽ വലിയ വിജയം നേടിയ ഒരാൾക്ക് എൻ്റെ ജാതിയോ മതമോ വംശമോ ഒന്നും ഒരു വിഷയമല്ല. പിന്നെ ഞാൻ എവിടെയും എത്താതെ പോകുമ്പോഴും ഇതൊക്കെയാണേലും ഞാൻ വലിയ പുള്ളിയാണ് എന്ന് പറഞ്ഞ് സ്വയം അഭിമാനിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. അത് മനുഷ്യൻ എന്നൊക്കെ പരാജയം ഉണ്ടാകുന്നുണ്ടോ അന്നൊക്കെ ഈ ആശ്വാസം അവൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സഞ്ചാരവും പിന്നെ സഞ്ചാരികളുടെ ഡയറി കുറിപ്പും ഒക്കെ പറയുന്നതിന് മുമ്പ് ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന പരിപാടി ഞാൻ ശരിക്കും റെഫറൻസ് ആക്കി പലതും കാണാറുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ വരുന്ന എപ്പിസോഡുകൾ ഏറ്റവും ഹിറ്റായ ഡെന്നീസ് ജോസഫ് സാറിൻ്റെ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടിരുന്ന് ആസ്വദിച്ച് കാണുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വരി പോലും വിട്ടുപോകാതെ, സാറ് പറഞ്ഞ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് വാച്ച് ചെയ്ത എപ്പിസോഡ് തന്നെ അല്ല ഇത് വാച്ച് ചെയ്തതാണോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും റീവാച്ച് ചെയ്യും. അപ്പോൾ യൂട്യൂബാണ് പറയുന്നത് വാച്ച്ഡ് ആണെന്ന് എഴുതി കാണിക്കുന്നു. അത്തരത്തിലൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും അതൊരു ആർക്കൈവൽ സ്വഭാവമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഇൻ്റർവ്യൂസിൽ പലതിലും ഞാൻ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോഴും യൂട്യൂബ് അത്രയും വഴങ്ങിയിട്ടില്ല. അപ്പോഴാണ് കുറേ കാലം മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഭകളെ ആർക്കൈവ് ചെയ്യണമെന്ന് ഒരാൾ ചിന്തിച്ചത് അത് ആർക്കൈവ് ചെയ്യുക. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ പോയിട്ട് റെഫർ ചെയ്യുക, എന്നിട്ട് അത് റെഫറൻസ് മെറ്റീരിയലായിട്ട് നമ്മൾ എടുക്കുക. ആ ഒരു വിഷനില്ല. അത് തുടക്ക കാലഘട്ടത്തിലല്ല, ഇപ്പോൾ പോലും നമുക്കത് ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ബുദ്ധിജീവി കണ്ടൻ്റാണ്, അത് ഓടില്ല എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നിട്ട് ചാനലിൻ്റെ തന്നെ എക്സിസ്റ്റൻസ് തന്നെ ആ പ്രോഗ്രാംസിലൂടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇതിന് ഭാരിച്ച ഉത്തരവാദിത്വവും ടെൻഷനും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോഴും എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ തുടർന്ന് പോകുന്നത്. ചരിത്രം എന്നിലൂടെ കുറിച്ച് പറഞ്ഞു തുടങ്ങി നമുക്ക് സഞ്ചാരത്തിലേക്ക് വരാൻ തോന്നും. ഇത്തരം ആശയങ്ങൾ ഉണ്ടായതെല്ലാം എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ യാത്രകളാണ്.